അപ്പൊ എന്റെ ചാത്തനുണ്ട്. സാബുവിന്റെ ചാത്തനുണ്ട്. അപ്പൊ ഞാൻ വിളിച്ച എനിക്കൊരു പ്രശ്നം വരുമ്പോ ചാത്തൻ വെളിപ്പുറത്ത് വരും എന്നൊരു കഥ ഞാൻ രഞ്ജിനിയോട് പറഞ്ഞു. ഓ, ചാത്തൻ കയ്യിലുണ്ടെന്നൊരു കഥയുണ്ട്. ഇനി ആ പണിയും കൂടെ പറ്റി വന്നു. കാര്യം എന്തോ ഒരു കാര്യം പറഞ്ഞപ്പം ഇല്ല സാവിച്ചേട്ട എങ്ങനെ ഇതിന്ന് എല്ലാം രക്ഷപ്പെട്ട് പോകണം അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പനപ്പൂപ്പന്മാരുടെ ഇത് പാരമ്പര്യമായിട്ട് ഏറ്റവും അവസാനം എന്റെ അമ്മയുടെ അമ്മാവന്റെ ആയിരുന്നു, കയ്യിലായിരുന്നു ചാത്തൻ. എന്നിട്ട് എനിക്ക് ഉള്ള ആളാണ്. അപ്പം പുള്ളി എനിക്ക് തന്ന ശേഷം സിംഗപ്പൂർ പോയി. പിന്നെ അവിടുന്ന് പുള്ളി അപ്രത്യക്ഷനായി. പിന്നെ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇന്നൊരു കഥ ബിൽഡ് ചെയ്തു. പറഞ്ഞു ഞാനിപ്പം വിളിച്ചാ വരും എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണാടി നോക്കി. അപ്പൊ ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് നോക്കും. ഞങ്ങള് അകത്തിരുന്ന സംസാരിക്കും. ഞാൻ നോക്കിയപ്പോ ഒരു ചിത്രശലഭം പറന്നു വന്ന് അവിടെ ഇരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് പതുക്കെ തിരിഞ്ഞു നോക്കണം, സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ചിത്രശലഭം. അങ്ങനെ ഒരു കഥ ബിൽഡ് ചെയ്തെടുത്ത് രഞ്ജിനി വിശ്വസിച്ചല്ലേ? രഞ്ജിനി ശരിക്കും വിശ്വസിച്ചു. കാരണം രഞ്ജിനി ഭയങ്കരമായിട്ട് ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നു. എന്തായാലും എന്റെ കഥ വിശ്വസിച്ചു. ഞാൻ അവിടെ ഇരുന്നൊരു മുട്ട എടുത്ത് അതിനകത്ത് ക്ലാക്ലാ ക്ലീന്നൊക്കെ എഴുതി എന്തൊക്കെയൊക്കെ എഴുതി വെള്ളത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ ചാത്തൻ വന്നിട്ട് പോകുമ്പോ ഇതിനകത്ത് ഈ എഴുത്ത് കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചാത്തൻ വരുന്ന സമയത്തിന് മുമ്പ് നമ്മള് ഒന്ന് കുളിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചാത്തന് പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ രഞ്ജിനി പോയി നിന്ന ഡ്രസ്സിന് ബക്കറ്റ് വെള്ളം കോരി തലയിൽ കൂടെ ഒഴിച്ചു. അപ്പൊ ഞാനും വിശ്വാസിയല്ലേ, ഞാനും ബാത്റൂമിനകത്ത് കയറി ഞാനും വെള്ളം കോരി ഒഴിച്ചു. കാരണം നമ്മളൊരു പ്രാങ്ക് ചെയ്യുമ്പോൾ വിശ്വസനീയത ഉണ്ടാക്കണമല്ലോ. പക്ഷെ ഇതിന്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഞാൻ ഓടി കിച്ചണിൽ വന്നിട്ട് ഈ മുട്ട തുടച്ച് തിരിച്ചിട്ടിട്ട് ഞാൻ ഓടി ബാത്റൂമിൽ കയറി. എന്നിട്ട് അപ്പുറത്തെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാനും ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോയി നോക്കാം. ഇതിനിടയിൽ ഞാൻ ഓടിപ്പോയി വന്ന കാര്യം രഞ്ജിനി അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോ അതിൽ ശരിക്കും രഞ്ജിനി വിശ്വസിച്ച് അതിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇല്ലാന്ന് വിശ്വാസമായത്. അത്ര എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പലപ്പോഴും ഇതുമായിട്ട് ഏറ്റുമുട്ടാറുണ്ടല്ലോ ഈ സാധനമായിട്ട്. അപ്പോ ഞാൻ ഈ ചാത്തന്റെ കാര്യം ഞാനൊന്ന് വിറ്റന്നെ. അത് പൊളിക്കണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ കിടക്കുന്നത്. അത് ആ കാര്യം ആ കൊച്ചിന് ചാത്തൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വരുമാനം കിട്ടിയല്ലേ. സംശയമുണ്ടോ? മാത്രമല്ല ഈ തൃപ്രയാർ ആ ഭാഗത്ത് കുറെ ആൾക്കാരുണ്ടല്ലോ. അതുപോലെ സാബുവിന്റെ വീട്ടിനടുത്തും ഒരു സാധനമൊക്കെ പണിയായിരുന്നു. പക്ഷെ ഇല്ല സാർ, അതിലെ ഒരു ചതി എന്താണെന്ന് അറിയാമോ? എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. കാര്യം അല്ല, തരികിട എന്ന് പറഞ്ഞൊരു ഷോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പം ചാത്തൻ ഇന്നടത്തുണ്ട്, പുള്ളിയുടെ ഉണ്ട്, പോയി കാണാന്നുണ്ടെങ്കിൽ ആരുടെ പറയും സാബു, ഏത് സാബു? തരികിട സാബു. പോയി സാധനം പോയി എന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നു. ഈ തരികിട പ്രോഗ്രാം അവതരിപ്പിച്ച് ഒരു രീതിയിൽ സാബുവിന് ഭാഗ്യവാനാണ്. കാരണം ടെലിവിഷനിലൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് ആ പ്രോഗ്രാം പോലെ ഹിറ്റ് ആവും ആ പേര് തരികിട സാബു എന്ന് പറഞ്ഞാൽ ആൾക്കാർ അറിയുക. മാത്രമല്ല അങ്ങോട്ട് ചെന്ന എവിടെങ്കിലും ഞാൻ തരികിട സാബുവാണ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു ആദരവും എന്നാ ബഹുമാനാന്നറിയാം. അപ്പൊ അത് സാറേ ഈ ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ആ ഭാവി പോയത്. ആ ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് തകർന്നു പോയില്ലേ. ചില ആൾക്കാർക്കുണ്ടല്ലോ ഒരു പ്രോഗ്രാം മതി അവരുടെ ജീവിതം പോകാൻ. പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ ഈ ചാനലൊക്കെ ഇത് കണ്ടിട്ട് വീട്ടിലൊക്കെ ഇന്ന് സ്ത്രീകളൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. പാവം ഭർത്താക്കന്മാർക്ക് വരെ ചീത്ത കിട്ടിയിട്ടുണ്ട്. സാബു സ്ക്രീനിൽ കിടന്നു കാണും. നിങ്ങളെ പോലെ പുരുഷന്മാര് കാര്യം അടുത്ത് ഒരു കൊല അടുത്ത് നിൽക്കുകയാണല്ലോ, യുവന്മാർക്കിട്ട് തെറി പറഞ്ഞിട്ടുണ്ട് സാബുവിന് വേണ്ടി. പക്ഷെ ഇപ്പൊ മാറിയില്ല. ഇപ്പൊ സാബു എന്ന് പറഞ്ഞാലേ അത് വേറെ ആരാണ് തരികിട എന്നുള്ള ആൾക്കാർ സംസാരിക്കും. എങ്ങനെ ഇത് സംഭവിച്ചു സാബു? മറ്റേ ചോദ്യം ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ എന്ന് ചോദിച്ചല്ലേ, അത് ഹൃദയത്തിൽ കൊണ്ടെന്ന് തോന്നല്ലേ. നല്ലൊരു ചോദ്യമായിരുന്നു, നല്ലൊരു ചേഞ്ചും ആയിരുന്നു. ഇത്രയും കാലത്തെ നമ്മുടെ സിനിമാ ജീവിതമൊക്കെ ആലോചിക്കുമ്പോഴേ ഈ തരികിട എന്നുള്ളൊരു ടൈറ്റിൽ പേര്, നമ്മളിപ്പോ പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പേര് നമുക്ക് ആജീവനം കിട്ടിയിരിക്കുകയാണല്ലോ. ഉണ്ടായോ? ഈ എന്റെ പേര് ഭയങ്കര കോമൺ നെയിമാണ്. സാബു എന്നുള്ളത് ഇഷ്ടം പോലെ ഉള്ള കേരളത്തിലുള്ള പേര്. അപ്പോൾ സേവ് ചെയ്യുമ്പം ഒന്ന് നോക്കും എന്നെ സാബു എന്ന് എഴുതിയിട്ട് ഞാൻ പറയാം ഇല്ല ആ തരികിട എന്നുകൊണ്ട് എഴുതിക്കോ, കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ എനിക്കൊന്ന് അത് നമ്മളിപ്പോൾ വയലാർ രാമവർമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവസാനം സ്ഥലപ്പേര് മാത്രമാകുമല്ലോ. അതുപോലെ അങ്ങനെ വന്നാൽ തരികിട എന്ന് മാത്രം എൻ്റർ ആയാലും സാബു നാളിൽ ഓർമ്മ. ആ രീതിയിൽ പെർമനന്റ് സ്റ്റാമ്പായിരുന്നു ആൾക്കാരുടെ മനസ്സിൽ അല്ലേ. അതിലൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.